ഹായ് ഫ്രണ്ട്സ്, ഞാൻ CS സലാം. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ എങ്ങനെ വിജയിക്കാമെന്നതിനെ കുറിച്ചാണ്. ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എല്ലാവർക്കും ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ്. നേട്ടങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് പ്രപഞ്ചത്തിൽ മനുഷ്യരാശിയിൽ ആരും ഉണ്ടാകില്ല. പക്ഷെ വളരെ കുറച്ച് പേർക്ക് മാത്രമേ അവരാഗ്രഹിച്ച നേട്ടങ്ങൾ മുഴുവൻ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ലോക ചരിത്രം മുഴുവൻ എടുത്ത് പരിശോധിച്ചാലും വളരെ കുറച്ച് ശതമാനം ആളുകൾ മാത്രമേ ലോക ചരിത്രത്തിൽ വിജയിച്ചവരായിട്ട് എണ്ണപ്പെട്ടിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം ജീവിതത്തിൽ നേടാൻ ആഗ്രഹിച്ചത് മുഴുവൻ നേടുന്നതിലൂടെ വിജയികളായി സ്വയം മാറാൻ കഴിഞ്ഞത്? ദൈവം വിഭവങ്ങൾ നൽകുന്നതിൽ എന്തെങ്കിലും വിവേചനം കാണിച്ചത് കൊണ്ടാണോ? അല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലോകത്തിൽ വിജയികളായി എണ്ണപ്പെട്ടിട്ടുള്ള ആളുകളുടെ ജീവചരിത്രം മുഴുവൻ എടുത്ത് പരിശോധിച്ചാൽ ഒരു കാര്യം നമുക്ക് വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടും. അറിഞ്ഞോ അറിയാതെയോ ലോകത്തിൽ ഏറ്റവും ശക്തമായ ഒരു വസ്തുവിന്റെ ശക്തിയെ വളരെ കൃത്യമായി ഉപയോഗിച്ചവരായിരുന്നവർ. ലോകത്തിൽ ഏറ്റവും ശക്തമായ വസ്തു ഏതാണ്? നമ്മുടെ മനസ്സാണ്. ഓരോ മനുഷ്യരിലേക്കും ദൈവം കൊടുത്തിരിക്കുന്ന മനസ്സിന്റെ ശക്തി കൊണ്ടാണ് അവരൊക്കെ വിജയം നേടാൻ കഴിഞ്ഞത്, അവരെ വിജയം നേടാൻ പ്രാപ്തരാക്കിയത്. നമുക്കും നമ്മുടെ മനസ്സുകൊണ്ട് വിജയം നേടാൻ കഴിയുന്നവരാക്കിക്കൂടെ? എന്തുകൊണ്ടാണ് നമുക്ക് വിജയം നേടാൻ കഴിയാതെ പോകുന്നത്? അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ശക്തി നാം മനസ്സിലാക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ മനസ്സിന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നമുക്കും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് എന്തും നേടാൻ കഴിയും. നിങ്ങൾ എന്താഗ്രഹിച്ചു കഴിഞ്ഞാലും, എന്തിനെ കുറിച്ച് സ്വപ്നം കണ്ടു കഴിഞ്ഞാലും അതെല്ലാം നിങ്ങളുടെ മനസ്സിന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അതിനു മുൻപായിട്ട് നമ്മുടെ മനസ്സിനെ കുറിച്ച് നാം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ മനസ്സിനെ നമുക്ക് പ്രധാനമായിട്ടും രണ്ട് തലങ്ങളിലേക്ക് തരംതിരിക്കാം. ഒന്ന് കോൺഷ്യസ് മൈൻഡ് അഥവാ ബോധ മനസ്സ്, രണ്ട് സബ് കോൺഷ്യസ് മൈൻഡ് അഥവാ ഉപബോധ മനസ്സ്. ഇതിൽ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് വളരെ ശക്തി കുറഞ്ഞ ഒരു മനസ്സാണ്. കൃത്യമായിട്ട് മനസ്സിന്റെ ശക്തി മുഴുവനായിട്ട് എടുത്തു കഴിഞ്ഞാൽ 10% താഴെയാണ് കോൺഷ്യസ് മൈൻഡിന്റെ ശക്തി എന്ന് പറയുന്നത്. ഉപബോധ മനസ്സിന്റെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ശക്തി എന്ന് പറയുന്നത് 90% കൂടുതലാണ്. ലോകത്തിൽ വിജയിച്ച ആളുകൾ മുഴുവൻ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ശക്തിയെ ഉപയോഗപ്പെടുത്തി വിജയം വരിച്ചവരാണ്. എങ്ങനെയാണ് സബ് കോൺഷ്യസ് മൈൻഡിന്റെ ശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിജയം വരിക്കാൻ കഴിയുക? അതിലേക്ക് ഞാൻ കടന്നു വരാം. അതിനു മുൻപ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് കൃത്യമായിട്ടൊരു പഠനം നാം നടത്തേണ്ടതുണ്ട്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത്, നാം എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നത് എല്ലാം കോൺഷ്യസ് മൈൻഡിന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ കോൺഷ്യസ് മൈൻഡ് കൊണ്ടാണ്. കോൺഷ്യസ് മൈൻഡിനാണ് റീസണിങ് കപ്പാസിറ്റി ഉള്ളത്. ഒബ്ജക്റ്റീവ് മൈൻഡാണ്. ഏതെങ്കിലും കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള കഴിവെല്ലാം കോൺഷ്യസ് മൈൻഡിനാണുള്ളത്. സബ് കോൺഷ്യസ് മൈൻഡിന് തിരഞ്ഞെടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവിനെ ശരിയാണോ തെറ്റാണോ എന്ന് തിരിച്ചറിയാനുള്ള കഴിവില്ല. നാം നമ്മുടെ മനസ്സിലേക്ക് എന്താണോ കൊടുക്കുന്നത് അതിനെ ശരിയാണെന്ന് കരുതി, ശരിയാണെന്ന് വിചാരിച്ച് അത് സ്വീകരിക്കുകയും അതിനനുസൃതമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് സബ് കോൺഷ്യസ് മൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യുന്നതിലൂടെയാണ് നാം നേടാൻ ആഗ്രഹിക്കുന്ന വിജയങ്ങൾ മുഴുവൻ നമുക്ക് നേടിയെടുക്കാൻ കഴിയുക. നമ്മുടെ ബോഡിയെ നമുക്ക് ഹാർഡ്വെയർ ആയി പരിഗണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ നമുക്ക് സോഫ്റ്റ്വെയർ ആയി പരിഗണിക്കാം. സോഫ്റ്റ്വെയറിനകത്ത് വൈറസ് ബാധ ഏൽക്കുകയും അതുപോലെ തന്നെ മാൽവെയർ എല്ലാം നമ്മുടെ സോഫ്റ്റ്വെയർ സിസ്റ്റത്തെ ആക്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും അത് കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യില്ല. അപ്പോൾ നാം ആഗ്രഹിക്കുന്ന നേട്ടങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ടുകളൊന്നും സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നേടാൻ കഴിയില്ല. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മുടെ സോഫ്റ്റ്വെയറിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ അപകടം പിടിച്ച വൈറസുകളെയും നീക്കം ചെയ്യുകയും നമുക്ക് അനുകൂലമായി എന്താണോ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള പ്രോഗ്രാമിംഗ് ചെയ്യുകയും ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിയുക. നമ്മുടെ മനസ്സും അതുപോലെ തന്നെയാണ്. നമ്മുടെ മനസ്സിലുള്ള ചീത്ത ചിന്തകളെയും മറ്റുമൊക്കെ എടുത്തു കളഞ്ഞ് പൂർണ്ണമായിട്ടും നമുക്ക് വേണ്ട ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ട ചിന്തകൾ കൊണ്ടുവരുന്നതിലൂടെ റീപ്രോഗ്രാം ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് വിജയിക്കാൻ കഴിയുക. അപ്പോൾ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യുക എങ്ങനെയാണ്? അതിന് പ്രധാനമായിട്ടും നമുക്ക് 3 മാർഗങ്ങൾ ഉപയോഗിക്കാം. ഞാൻ ഒരുപാട് മാർഗങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയിട്ട് മനസ്സിനെ വളരെ എളുപ്പത്തിൽ റീപ്രോഗ്രാം ചെയ്യുന്ന 3 കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുമായിട്ട് ഇപ്പോൾ പങ്കുവെക്കുന്നത്.
ഒന്ന്, നമ്മുടെ ചിന്തകളെ മാറ്റുക എന്നതാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ സബ് കോൺഷ്യസ് മൈൻഡിനെ ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വസ്തുവാണ് ചിന്ത എന്ന് പറയുന്നത്. ലോകത്തിൽ ഈ നടന്നിരിക്കുന്ന മാറ്റങ്ങൾ മുഴുവനും, നമുക്ക് മുമ്പിൽ കാണുന്ന എല്ലാ നേട്ടങ്ങളും ഉണ്ടായിട്ടുള്ളത് ചിന്തയിൽ നിന്നാണ്. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ബുർജ് ഖലീഫ ആദ്യം ഉണ്ടാകുന്നത് ഒരു വ്യക്തിയുടെ മനസ്സിലെ ചിന്തയിലാണ്. അതുപോലെ തന്നെ കിലോമീറ്റർ കണക്കിന് ദൂരം വളരെ കുറഞ്ഞ സമയം കൊണ്ട് താണ്ടാൻ പ്രാപ്തമാക്കുന്ന വിമാനം പോലും ഉണ്ടായത് റൈറ്റ് സഹോദരന്മാരുടെ മനസ്സിലെ ചിന്തയാണ്. എവറസ്റ്റ് കൊടുമുടി കീഴടക്കാൻ പറ്റുമെന്നുള്ള ചിന്തയാണ് അത്രയും ഉയരം താണ്ടാൻ മനുഷ്യനെ പ്രാപ്തമാക്കിയത്. അങ്ങനെ ലോകത്തിലെ എല്ലാ നേട്ടങ്ങളും ഉണ്ടാകുന്നതും എല്ലാ നേട്ടങ്ങളും കൈവരിക്കാൻ മനുഷ്യർക്ക് സാധിച്ചതും ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടായ ഒരു ചിന്തയിൽ നിന്നുകൊണ്ടാണ്. അപ്പൊ ചിന്തയാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂള്. സബ് കോൺഷ്യസ് മൈൻഡിന്റെ ശക്തിയെ നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നത് തീവ്രമായ ചിന്തയെ നിരന്തരമായ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുന്നത് മൂലമാണ്. നാം എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് നിരന്തരമായി ചിന്തിക്കുക. സബ് കോൺഷ്യസ് മൈൻഡിന്റെ മറ്റൊരു തലത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പാകമായ അല്ലെങ്കിൽ വിളവ് വിതയ്ക്കാൻ പാകപ്പെടുത്തിയ ഒരു കൃഷിഭൂമിയായിട്ട് നമുക്കതിനെ ഉദാഹരിക്കാം. ഏത് വിത്തിട്ട് കഴിഞ്ഞാലും വളരെ പെട്ടെന്ന് മുളച്ച് ഫലം തരാൻ കഴിയുന്ന ഒരു കൃഷിഭൂമിയായിട്ട് നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിനെ എളുപ്പത്തിൽ ഒന്ന് ഉദാഹരിക്കാൻ പറ്റും. അവിടേക്ക് നാം ഒരു തക്കാളിയുടെ വിത്താണ് ഇടുന്നതെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത് തക്കാളിയാണ്. നല്ല മധുരമുള്ള മാമ്പഴത്തിന്റെ വിത്താണ് നമ്മൾ ഇട്ട് വളവും ഒക്കെ കൊടുത്ത് അതിനെ പരിപാലിച്ച് വളർത്തുന്നതെങ്കിൽ കൃത്യമായൊരു കാലയളവ് കഴിയുമ്പോൾ നമുക്ക് വളരെ മധുരമുള്ള മാമ്പഴം അതിൽ നിന്ന് എടുത്ത് ഭക്ഷിക്കാൻ കഴിയും. അതുപോലെ തന്നെ വളരെ കയ്പുള്ള ഏതെങ്കിലും ഫലത്തിന്റെ വിത്താണ് നമ്മൾ അതിലേക്ക് ഇടുന്നതെങ്കിൽ വെള്ളവും അതുപോലെ തന്നെ വളവും ഒക്കെ ഇട്ട് അതിനെ പരിപാലിക്കുന്നതെങ്കിൽ അതിന്റെ വളർച്ച പൂർത്തിയാകുന്ന ഘട്ടത്തിൽ നമുക്ക് കയ്പുള്ള ഫലമാണ് നമ്മുടെ മനസ്സിൽ നിന്ന് നമുക്ക് കിട്ടുക. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. നാം ഏത് തരത്തിലുള്ള ചിന്തയാണോ മനസ്സിലേക്ക് കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ള റിസൾട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക. നാം ചിന്തിക്കുന്നത് നല്ല സമ്പത്തിനെ കുറിച്ചും സന്തോഷത്തെക്കുറിച്ചും നാം ഉണ്ടാക്കാൻ പോകുന്ന നേട്ടങ്ങളെക്കുറിച്ചുമാണ് നിരന്തരമായി ചിന്തിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അത്തരം ആളുകളുടെ ജീവിതത്തിലേക്ക് സന്തോഷവും സമ്പത്തും ഒക്കെ വളരെ എളുപ്പത്തിൽ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ദുഃഖവും നിരാശയും പ്രതിസന്ധിയും ഒക്കെയാണ് ഒരു മനുഷ്യൻ എന്ന രൂപത്തിൽ നാം നിരന്തരമായിട്ട് ചിന്തിച്ചു കൂട്ടുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതും ഇതുപോലെ തന്നെ ദുഃഖവും നിരാശയും ഒക്കെ തന്നെയാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക. അപ്പൊ നമ്മൾ ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ മനസ്സിന്റെ ചിന്തകളെ മാറ്റിയിട്ട് നാം നേടാൻ ആഗ്രഹിക്കുന്നതിലേക്ക് നിരന്തരം ഫോക്കസ് ചെയ്യുക. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ദിവസം 36,000 മുതൽ 50,000-ഓളം വരുന്ന ചിന്തകളാണ് ഒരു ദിവസം കടന്നു പോകുന്നത്. അതിൽ 75% കൂടുതൽ ഒരേ കാര്യത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നുവെങ്കിൽ അത് നേടാൻ വേണ്ട സാഹചര്യങ്ങൾ നാം നമ്മുടെ ശരീരവും മനസ്സുമെല്ലാം ഒരു കാന്തിക ശക്തി പോലെ നമ്മളിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന അത്രയും പവർഫുൾ ആണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുന്നതിലെ ആദ്യത്തെ ചുവടെന്ന് പറയുന്നത് നാം നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക്, വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏത് കാര്യമാണോ അതിലേക്ക് നമ്മുടെ ചിന്ത തിരിച്ചു വെച്ച് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പരന്നു കിടക്കുന്ന സൂര്യപ്രകാശത്തെ ചെറിയൊരു ലെൻസ് വെച്ചുകൊണ്ട് നാം ഒരു പേപ്പറിൽ ഒരു ബിന്ദുവിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് അഗ്നി നാളമാക്കി മാറ്റാൻ കഴിയും. അതുപോലെ തന്നെയാണ്. പക്ഷെ പരന്നു കിടന്ന സൂര്യപ്രകാശം ഒരിക്കലും എവിടെയും എന്ത് ചെയ്യുന്നില്ല, തീ പിടിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ അഗ്നിനാളമായിട്ട് മാറുന്നില്ല. പക്ഷെ വളരെ ഒരു ലെൻസിന്റെ പ്രതലത്തിൽ വരുന്ന സൂര്യപ്രകാശത്തെ ഒരു ചെറിയ ബിന്ദുവിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോഴേക്കും ഒരു പേപ്പറിനെ തീ പിടിക്കാനും അതല്ലെങ്കിൽ അത് വീഴുന്ന പ്രതലത്തെ തീ പിടിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ശക്തമായ ശക്തമായിട്ടുള്ള ഒരു പ്രകാശ കിരണമാക്കി മാറ്റാൻ ലെൻസിന് കഴിയുന്നത് പോലെ തന്നെയാണ് ഒന്നിലേക്ക് മാത്രം നിരന്തരമായി ഫോക്കസ് ചെയ്തു വെക്കുന്ന നമ്മുടെ മനസ്സ് നമുക്ക് എന്തിനേയും നേടിത്തരാനുള്ള പ്രാപ്തിയുള്ള ഒന്നാക്കി തീർക്കുന്നു. രണ്ടാമതായിട്ട് പ്രധാനമായിട്ട് നമ്മുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യുന്നതിന് നാം ഉപയോഗിക്കേണ്ട വസ്തു എന്ന് പറയുന്നത് നിരന്തരമായിട്ടുള്ള വിഷ്വലൈസേഷനാണ്. നാം ഏതിനെയാണോ നേടാൻ ആഗ്രഹിക്കുന്നത്, എന്താണോ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, ആ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന വസ്തു നേടിയതായിട്ടും അത് അനുഭവിക്കുന്നതായിട്ടും നാം നിരന്തരമായിട്ട് മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുക. ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഒരു വീട്
വെക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ വീട് വെച്ചതായിട്ടും ആ വീട്ടിലേക്ക് ഹൗസ് വാമിങ്ങിന്റെ ദിവസം അതിഥികൾ വരുന്നതും അവരെ സ്വീകരിക്കുന്നതും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും നിങ്ങളുടെ മനോഹരമായി അലങ്കരിച്ച ബെഡ്റൂമിൽ നിങ്ങൾ കിടന്നുറങ്ങുന്നതും ബാത്റൂമിന്റെ മനോഹരമായ സൗകര്യങ്ങളെല്ലാം നിങ്ങൾ ആസ്വദിക്കുന്നതൊക്കെ ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുക. കാരണം സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു പ്രത്യേകതയുണ്ട്. സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മൾ അനുഭവിക്കുന്നത് അത് കണ്ണടച്ചുകൊണ്ട് നാം കാണുന്നതാണോ കണ്ണ് തുറന്നുകൊണ്ട് നാം അനുഭവിക്കുന്നതാണോ എന്ന് തിരിച്ചറിയാനുള്ള കഴിവില്ല. മറിച്ച് ഇമോഷൻസ് ആണ് വളരെ പെട്ടെന്ന് അത് വിശ്വസിക്കുക. അപ്പോൾ നാം ഏതെങ്കിലും ഒരു ചിത്രം നിരന്തരമായിട്ട് വിഷ്വലൈസേഷനിലൂടെ അത് കാണുകയും ഒരു വീട് വെച്ചതായിട്ടും അവിടെ താമസിക്കുന്നതായിട്ടെല്ലാം അനുഭവിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ബോഡിയിൽ അതിൻ്റെ ഒരു റിയാക്ഷൻസ് ഉണ്ടാവും, ആ ഇമോഷൻസ് ഉണ്ടാവും. അത്തരം ഇമോഷൻസ് വളരെ പെട്ടെന്ന് തന്നെ മാനിഫെസ്റ്റ് ചെയ്യാൻ അതിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കാനുമൊക്കെ സബ് കോൺഷ്യസ് മൈൻഡ് ശ്രമിക്കുകയും നമ്മുടെ സ്വപ്നം വളരെ പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കാൻ കഴിയും. രണ്ടാമത് നമ്മുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യുന്നതിന് നാം ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ടൂൾ എന്ന് പറയുന്നത് വിഷ്വലൈസേഷനാണ്. മൂന്നാമതെന്ന് പറയുന്നത് അഫർമേഷനാണ്. അഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിരന്തരമായിട്ട് പോസിറ്റീവ് സെൽഫ് ടോക്കാണ്. നാം നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സ്വയം നാം നിരന്തരമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുക. എനിക്കതിന് കഴിയും, ഞാനത് നേടിയിരിക്കുന്നു. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ശരി, പല ഘട്ടങ്ങൾ വരുമ്പോൾ അതുപോലെ തന്നെ ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെന്ന് ആഗ്രഹിച്ച് നാം മുന്നോട്ട് പോകുമ്പോൾ നെഗറ്റീവായിട്ടുള്ള പലതും നേരിടേണ്ടി വന്നേക്കാം. സ്വാഭാവികമായിട്ടും അത്തരം ഘട്ടങ്ങളിലൊക്കെ അഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് സെൽഫ് ടോക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ എനർജിയെ ബൂസ്റ്റ് ചെയ്യാനും വീണ്ടും നമ്മുടെ ചിന്തകളെ റൈറ്റ് ട്രാക്കിലേക്ക് കൊണ്ടുവരാനും നമ്മുടെ സെൽഫ് ടോക്ക് അഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ജീവിതത്തിൽ നമ്മുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാനുള്ള എളുപ്പത്തിലുള്ള 3 മാർഗങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ചിന്തയെ നാം നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നിരന്തരമായിട്ട് ഫോക്കസ് ചെയ്യുക. രണ്ടാമതായിട്ട് നാം നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിരന്തരമായിട്ട് വിഷ്വലൈസ് ചെയ്ത് അനുഭൂതികളെ ഇപ്പോൾ തന്നെ നാം അനുഭവിക്കുന്നതായിട്ട് സ്വയം വിശ്വസിക്കുക. മൂന്നാമതായിട്ട് നിരന്തരമായ സെൽഫ് ടോക്കിലൂടെ നമ്മളുടെ എനർജിയെ ബൂസ്റ്റ് ചെയ്യാനും നാം നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ വളരെ പെട്ടെന്ന് പ്രാപ്തമാക്കുന്ന രൂപത്തിലേക്ക് നമ്മളെ അഫർമേഷൻ ചെയ്തുകൊണ്ട് നമുക്ക് എത്തിക്കാൻ കഴിയും. ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാനും നാം നേടാൻ ആഗ്രഹിക്കുന്ന എന്ത് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ മനഃശക്തി ഉപയോഗിച്ച് നേടുവാനും നമ്മെ പ്രാപ്തമാക്കുന്നു. എല്ലാവർക്കും വിജയമുള്ള ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി.